ഈശോമിശിഹായിലെ പ്രിയപ്പെട്ടവരെ, 7 വാക്യങ്ങളുള്ള 142 സങ്കീർത്തനം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നു. ഒരു പരിത്യക്തന്റെ പ്രാർത്ഥനയെ കുറിച്ചാണ് ഈ സങ്കീർത്തനം പറയുന്നത്. സങ്കീർത്തനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഉച്ചത്തിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു, ഞാൻ ശബ്ദമുയർത്തി കർത്താവിനെ വിളിക്കുന്നു. കാരണം അവന്റെ നിലവിളി ഇതിനു വേണ്ടിയാണ്. എന്റെ ആത്മാവ് തളർന്നപ്പോൾ നീയാണ് എന്റെ പാത അറിഞ്ഞത്. എന്റെ വഴിയിൽ മറ്റുള്ളവർ കെണികൾ ഒളിപ്പിച്ചു വെച്ചപ്പോൾ ഞാൻ വലത്തേക്ക് നോക്കിയപ്പോൾ ആരും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ നീ എന്നെ ശ്രദ്ധിച്ചു. ആരും എന്റെ ജീവനെ കുറിച്ച് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. നീയാണ് എന്റെ അഭയവും ജീവനുള്ളവരുടെ ദേശത്ത് എന്റെ ഓഹരിയും. എന്നെ തുരത്തുന്നവരിൽ നിന്ന് വിടുവിക്കണമെന്ന് സങ്കീർത്തകൻ ആവശ്യപ്പെടുകയാണ്. എന്റെ ശത്രുക്കൾ അവര് തുരന്നു പോകട്ടെ. നീതിമാന്മാരാണ് എന്നെ വളയേണ്ടുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം: ഈശോയെ, നീയാണ് എന്റെ അഭയം, നീയാണ് എന്റെ ജീവൻ. നിന്നിൽ മാത്രമാണ് ഞാൻ അഭയം ഗമിക്കുന്നത്. നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായിൽ നമ്മുടെ പാത വെട്ടി തുറന്നിട്ടുണ്ട്. നമ്മുടെ ആത്മാവ് തളരുമ്പോൾ ഈശോയിൽ നമുക്ക് ആശ്രയിക്കാം. നമ്മുടെ വിലാപം വലിയ ഒരു ആനന്ദമായിട്ട് മാറുവാനായിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം സമർത്ഥമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ്, വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഈ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.